നിങ്ങൾ ഈ കോസ്റ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിലൊക്കെ കോസ്റ്റൽ ഏരിയയിൽ BJP ഇല്ലാതെ സത്യമാണ്. ഞാൻ ഇന്നലെ വെട്ടുകാട്, ശംഖുമുഖം, വലിയതുറയൊക്കെ പോയ സമയത്ത് അവിടെ നൂറുകണക്കിന് BJP പ്രവർത്തകരാണ് കോസ്റ്റൽ മേഖലയിലുള്ള പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു. ഞങ്ങൾക്ക് കാര്യമായ വോട്ട് മുന്നേറ്റം നടത്താൻ സാധിച്ചു. ആ സ്ഥാനാർത്ഥികളൊക്കെ അവിടെ കടലിൻ്റെ മക്കളായിട്ടുള്ള ആ സ്ഥാനാർത്ഥികളൊക്കെ ഇന്ന് ശക്തമായി തന്നെ BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം ന്യൂനപക്ഷങ്ങളുടെ അംഗീകാരം ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 1-2 വർഷക്കാലമായി വളരെ കാര്യമായിട്ട് ഈ സമുദായങ്ങൾ BJPയോട് അടുപ്പം കാണിക്കുന്നുണ്ട്, അടുത്ത് ബന്ധം പുലർത്തുന്നുണ്ട്. അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ 2024 രാജവേട്ടൻ ലോകസഭയിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ വലിയതുറ, നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയയിൽ അവിടെ സന്ദർശിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം കൊടുത്തിട്ടുള്ള വാക്ക് ഓരോ പരാതിയും നിവേദനങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായും ഇന്നും അദ്ദേഹം രാജവേട്ടൻ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. BJPയുടെ ശക്തമായ സാന്നിധ്യം ആ മേഖലകളുണ്ട്. കഴിഞ്ഞ 4 മാസത്തിന് മുമ്പ് നടന്ന കടലാക്രമണത്തിൽ BJP മാത്രമാണ് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവിടെ എത്തിയിട്ടുള്ളത്. വേറെ ഒരു ആൻ്റണി രാജു എന്ന MLA അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അവരെ വോട്ട് വാങ്ങി MLA ആയ. അപ്പം അതുകൊണ്ട് കോസ്റ്റൽ മേഖലയാണ്, അതുകൊണ്ട് BJPക്ക് സാധ്യമല്ല, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കേരളത്തിൽ BJP കിട്ടില്ല, അതുകൊണ്ട് സാധ്യമല്ല എന്നുള്ള രീതി ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്.